ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുക. നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതേമാതിരി മല്ലിപ്പൊടി എന്ന് വേണ്ട എല്ലാ സാധനം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേമാതിരി എല്ലാം പുരട്ടി വെക്കുക. ഉപ്പ് എല്ലാം പുരട്ടി ഒരു കുറച്ച് അതിനകത്തേക്ക് ലേശം തൈര് അതും കൂടി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നേരം വെക്കുക. 1 മണിക്കൂർ വേണമെന്നില്ല. ഇത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയം കുറയ്ക്കാം. വെച്ച് കഴിഞ്ഞ ശേഷം എണ്ണ ഒഴിക്കുക. ഇതേമാതിരി അത് വറുത്തെടുക്കുക. 2 വശവും ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകരുത്. പതുക്കെ ഒരു വേഗാവുമ്പോൾ എടുക്കുക. അതായത് ഒത്തിരി മുരിഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ അങ്ങോട്ട് വളരെ ചെറുതായി പോകും. അതിനെല്ലാം കല്ലിച്ചു പോകുകയും. അതുകൊണ്ട് പതുക്കെ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അത് എടുക്കുക. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. കോരിയെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കുക. അതിനകത്തേക്ക് നിങ്ങൾ 1/2 കിലോയാണ് എടുക്കണമെങ്കിൽ 5 പച്ചമുളക്, 5 നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പച്ചമുളക് എടുക്കുക. സവാള എടുക്കുക ഒരു 5 എണ്ണം. ചെറുതാണെങ്കിൽ 5 എണ്ണം, വലുതാണെങ്കിൽ 2, 3, 4. അത് അവനവന്റെ ആള് വന്നതിനനുസരിച്ച് എടുക്കുക. തക്കാളി അത് നേരെ 4ആയിട്ട് കീഴിട്ട് 2ആയിട്ട് കട്ട് ചെയ്യുക. നടുവേ മനസ്സിലായില്ലേ? നേരെ ഫ്രണ്ടിയായിട്ട് കെട്ടുക, 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് നടുവേ കട്ട് ചെയ്യുക. അതിൽ ആ കട്ട് ചെയ്യുന്നതിന്റെ വ്യത്യാസം കൂടെ പോകുന്നു കേട്ടോ. നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്യില്ല, അത് ഇതാകത്തില്ല. ആ ഉള്ളി ആ എണ്ണയ്ക്കകത്തേക്ക് ഈ കോരിയെടുത്ത ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് ഈ സവാള ഇടുക. സവാളയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കൂടുതലിടാം. അതിനുശേഷം അതിനകത്തേക്ക് അത് നല്ലപോലെ വരണ്ടു വരും. ആ ചെമ്മീത്തിന്റെ ടേസ്റ്റ് ആ ഉള്ളിയിൽ വരും അറിയാൻ. അത് വരുമ്പോൾ അത് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ലൈറ്റായിട്ടുള്ള ചൂടിന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരം ആ എണ്ണയിൽ കിടന്ന് തന്നെ വേവണം. അതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട്, ആദ്യം കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല. രണ്ടാമത് ലാസ്റ്റ് എടുക്കുമ്പോഴും അതിന്റെ മുകളിലേക്ക് ഒരു പിടി കറിവേപ്പില. ഉള്ളി ഒരു കാരണവശാലും മുരിഞ്ഞു പോകരുത്. ഒരു പിടി പകുതി വേവ് എന്നല്ല, 3/4 വേവാവും. നമ്മൾ കടിച്ചു നോക്കുമ്പോൾ വേവ് വെന്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ അത് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ തണ്ടി വൃത്തിയായിട്ട് വരും. പച്ചമുളക്, ഇഞ്ചി, തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളിയും ചേർക്കാം. അതിനെല്ലാത്തിനും തന്നെ തക്കാളി ചേർത്താലും ഈ ചെമ്മീന്റെ ടേസ്റ്റാണ് വരുന്നത്. മനസ്സിലായോ? അല്ല, ചെമ്മീത്തിന് ആ തക്കാളി അപ്പൊ ഈ തക്കാളി ഒന്ന് വാടണം കേട്ടോ. മണിക്കൂറതി കിടക്കണുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഈ ചെമ്മീനൊന്ന് വേഗണം. അതിന് വേണ്ടി കിടക്കണം. അത് ചെമ്മീൻ ആദ്യം വേവിക്കുമ്പോഴും അധികം വെന്ത് പോകരുത്. അങ്ങനെയൊന്നുണ്ട് നോക്കണം. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ ചെറുതുമായി പോകും, സോഫ്റ്റും പോകും. അത് കാരണം പതുക്കെ ഒന്ന് വേവിക്കാമുള്ളൂ. പതുക്കെ വേവിച്ചിട്ട് പിന്നെ എണ്ണയിൽ കിടന്ന് വേവിച്ചെങ്കിൽ അതിന്റെ രുചി വരുള്ളൂ. അതാണ് ചെമ്മീൻ റോസ്റ്റ്. അതിന്റെ വെള്ളമൊക്കെ വെട്ടി കത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ കാണാം.